ഒരു കപ്പ് റവയുണ്ടെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു സ്നാക്സ് റെഡിയാക്കാം. സാധാരണ നമ്മുടെ വീട്ടിലുണ്ടാവുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചാണ് കേട്ടോ ഇത് റെഡിയാക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതാ ഞാനിവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് ഒരു കപ്പ് റവയാണ് ഇട്ട് കൊടുക്കുന്നത്. റവ എടുത്ത അതേ കപ്പ് തന്നെ ഒരു കപ്പ് തേങ്ങ ചിരവിയതും കൂടെ ഇട്ട് കൊടുക്കാം. തേങ്ങ കുറച്ച് കൂടുതൽ എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് രണ്ടും കൂടി ചേർത്ത് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. തേങ്ങ റവയിൽ നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ ഉരുട്ടിയാൽ ഇങ്ങനെ ഉരുണ്ട് നിൽക്കണ ആ രൂപത്തിൽ വേണം കേട്ടോ കുഴച്ചെടുക്കാൻ. ആ തേങ്ങൻ്റെ നനവൊക്കെ അതിലേക്ക് നല്ല പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ പഞ്ചസാര ആട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/4 കപ്പിലും കുറവായിട്ടാട്ടോ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു നോർമൽ മധുരമായിട്ടോ ഞാൻ അതിൽ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഏലക്കായ് പൊടിച്ചതാട്ടോ ചേർക്കുന്നത്. ഇനി ഏലക്കായിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഇനി ഇതിലോട്ട് ഒരു നുള്ളു ഉപ്പാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ കൂടി പോവരുത്. ഇനി ഒന്നും കൂടെ നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഉപ്പും ഏലക്കായിൻ്റെ പൊടിയൊക്കെ എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടി നന്നായിട്ട് തന്നെ യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഒരു കടായി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യൊക്കെ നന്നായി ചൂടായി വന്നതിന് ശേഷം നമുക്ക് കുഴച്ചെടുത്ത റവക്കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നെയ്യിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി റവ ഒന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 1.5 കപ്പ് വെള്ളമാട്ടോ ഒഴിച്ചെടുക്കുന്നത്. റവ എടുത്ത അതേ കപ്പിൽ 1.5 കപ്പാണ് വെള്ളം ഒഴിച്ചെടുക്കുന്നത്. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം. നമ്മൾ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുമ്പോൾ വേവിച്ചെടുക്കണ മാതിരി വേവിച്ചെടുക്കാം. അപ്പോൾ അത് റവയിലുള്ള വെള്ളമൊക്കെ വറ്റി റവ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് നന്നായി ഒന്ന് ചൂടാറി വരട്ടെ. ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമ്മളിതൊന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കാം. കുഴച്ചെടുക്കുന്ന സമയത്ത് കൈമ ഒട്ടുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് കുറച്ച് ഓയിലോ എന്തെങ്കിലും തടവിയെടുക്കാം. ഇനി ഇതുപോലെ ഓരോ ബോൾസാക്കി എടുക്കാം. എന്നിട്ട് ഉരുട്ടിയെടുത്ത് ഏതെങ്കിലും ഷേപ്പിലാക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു സ്റ്റാറിൻ്റെ ഷേപ്പിലാട്ടോ ആക്കിയെടുത്തിട്ടുള്ളത്. ഏത് ഷേപ്പിലും വേണമെങ്കിലും ആക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളത് ഇതുപോലെ ഷേപ്പാക്കിയെടുക്കാം. ഇനി നമ്മൾ ഷേപ്പാക്കണമെങ്കിൽ ഇതുപോലെ ഒന്ന് പരത്തി എടുത്താലും മതി കേട്ടോ. അപ്പോൾ അതാ ഞാനിവിടെ 11 ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി വരട്ടെ. എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഓരോന്നായി ഇട്ട് കൊടുക്കാം. മാവ് ഓൾറെഡി വേവിച്ചെടുത്തതായതുകൊണ്ട് തന്നെ നമുക്കിത് ഫുൾ ഫ്ലെയിമിലിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അതുകൊണ്ട് തന്നെ ഉൾഭാഗം വേവാത്ത പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ നമുക്കിതുപോലൊക്കെ തയ്യാറാക്കി കൊടുക്കാം. തയ്യാറാക്കാനും സിമ്പിളാണ്. മാത്രമല്ല പിന്നെ നമ്മളെ വീട്ടിൽ സാധാരണ എപ്പോഴും ഉണ്ടാകുന്ന ഐറ്റംസ് വെച്ച് തന്നെ ആയതുകൊണ്ട് തന്നെ പിന്നെ ഇത് ഒരുപാട് സമയം എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ ആയി കിട്ടും. അപ്പോൾ ഇതാ വളരെ ടേസ്റ്റായിട്ടുള്ള റവ കൊണ്ടുള്ള സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സിമ്പിളായിട്ടുള്ള സ്നാക്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും തയ്യാറാക്കാം. സ്നാക്സ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.